പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ 8 മണിക്കൂർ ED ചോദ്യം ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസ് അവിടെ കൊണ്ട് EDയുടെ ഓഫീസിൻ്റെ മുമ്പിൽ അവരെ കൊണ്ട് ഇറക്കിയിട്ട് പോയി. അദ്ദേഹത്തെ അങ്ങോട്ട് കേട്ടത്തില്ല. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ചിലപ്പോൾ ബോധം വെച്ചു എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് കാണിച്ച പോലുള്ള പ്രകടനങ്ങളൊന്നും അവിടെ കണ്ടില്ല. അവരെല്ലാവരും മര്യാദയ്ക്ക് ചോദ്യം ചെയ്യലിന് വിധേയരായി അവർ പോയി. ആരും പ്രകടനമൊന്നും നടത്താൻ പോയില്ല. തിരുവനന്തപുരത്ത് പിന്നെ പണിയില്ലാത്ത കുറച്ച് നേതാക്കന്മാരുണ്ട്. ശിവൻകുട്ടി, വി ജോയി, കടകംപള്ളി, അങ്ങനെ ഒത്തിരി നേതാക്കന്മാരുണ്ട്. അവിടെ എന്തൊക്കെ ചെയ്യാം. ഇവിടെ നിന്നും ഇവരെ വിളിച്ചു വരുത്തി ചെയ്യാൻ അവർക്ക് വിവരം പിടിക്കും. ഇവർക്ക് ഈ ട്യൂബ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു പോലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ഈ പണ്ടത്തെ ട്യൂബ് ലൈറ്റില്ലേ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം ഒന്ന് കഴിഞ്ഞിട്ടേ കത്തത്തുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ അവർക്ക് പിടി കിട്ടി. ഇവരോട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണി പാളുവന്നു. അന്ന് കളിച്ചവരൊക്കെ അകത്ത് കിടക്കുക. അപ്പം ഞാൻ പറയാൻ വരുന്നത് ഇതൊന്നുമല്ല. ഈ പണ്ടൊക്കെ പറയും ഈ പാവങ്ങളെ ഇത് അനുഭവിക്കേണ്ട ആൾക്കാരല്ലായിരുന്നല്ലോ. മുൻകാലം ഇവരുടെ പൂർവികന്മാർ ചെയ്ത പാവമാണ് ഇവരെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാവം പിടിച്ച വീണ വിജയൻ്റെ കാര്യം. വീണ വിജയൻ എന്നല്ല, വീണ ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. വീണയ്ക്ക് ഇപ്പോൾ ഇത് അനുഭവിക്കാനായിട്ട് ഒരു പാവം പെൺകുട്ടിയാണ്. അത് കുഞ്ഞനന്തൻ നായരുടെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഓർക്കത്തില്ല. പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിക്ക് ഒരു എന്തോ ആണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ഇവർക്കൊരു എൻജിനീയറിങ്ങിന് അഡ്മിഷൻ വേണ്ടിയിട്ട് അന്നത്തെ സ്വാശ്രയ കോളേജിന് എതിരായിട്ടൊക്കെ ഇവിടെ സംസാരിച്ചവരാണ്. എങ്കിലും അന്ന് മാതാ അമൃതാനന്ദമയ്യയുടെ അവിടെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തത് കുഞ്ഞനന്തൻ നായരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പേരിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതാമോ എന്ന് ചോദിച്ചപ്പം അതിന് പേടിച്ച ഒരു വ്യക്തിയാണ് ഈ വീണ. അപ്പോൾ വീണ വിജയൻ ഇതിനകത്ത് ഒരാളെ അല്ല. ഇതിനെ വീണയെ ഒരു പാവയാക്കി നിർത്തിക്കൊണ്ട് ഇതിനെ മുതലെടുത്തത് വീണയുടെ അച്ഛൻ വിജയൻ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.